പ്രൈസ് ദ ലോർഡ്. ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഏറ്റവും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. അതിൽ വചനം പറയാണ്, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറയാണ്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. ഏറ്റവും വലിയ തിരുനാളായിട്ട് ഉയർപ്പ് തിരുനാൾ പറയാൻ കാരണം എന്താ? നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാ ആധാരം കിടക്കുന്നത് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നു. പിശാചെന്ന അനേകം ജീവിതങ്ങളിൽ നിന്ന്, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് പോലും അടർത്തി മാറ്റിയ അഭിഷേകമാണ് നിത്യജീവനെക്കുറിച്ചുള്ളത്. കാരണം നിത്യജീവനെക്കുറിച്ച് ബോധ്യം കിട്ടിയ ഒരുത്തനെ പിശാചിനെ പിന്നെ അവനെ റാഞ്ചി കൊണ്ടുപോകാൻ പറ്റില്ല. കർത്താവ് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഉയർപ്പ് തിരുനാൾ ഇന്ന് കർത്താവേ വീണ്ടും പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ തന്നെ എന്ന് പറയാനായിട്ട് ഞങ്ങളെ കുറിച്ച് ഇടവരരുതേ. യേശുവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.